മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാണെങ്കിൽ മഞ്ജു ഗർഭിണിയാണെന്നുള്ള കാര്യം അറിയുന്നുണ്ട്. അത് കേട്ട് ആകെ ഷോക്കാകുന്നുണ്ട്. അങ്ങനെ മേഘനാണെങ്കിൽ കമലേശ്വരത്ത് വന്ന് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് മഞ്ജു ഗർഭിണിയാണെന്നും. ഇത് കേൾക്കുന്ന എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. ഇത് മഹാലക്ഷ്മിയും കണ്ണനും ആദ്യമേ അറിഞ്ഞതാണെന്നും ഇത് നമ്മളുടെ മുന്നിൽ അവർ മറച്ചു വെച്ചിരിക്കുകയാണെന്നുമെല്ലാം മേഘനാണെങ്കിൽ അവിടെ ആരോപിക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടുവരുന്ന മഹാലക്ഷ്മി കണ്ണനും പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ആകട്ടെ, അതുകൊണ്ട് എന്ത് നഷ്ടം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി കണ്ണനും അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിൻ്റെ വിശേഷം പറഞ്ഞ് മഹാലക്ഷ്മിക്കും കണ്ണനുമാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. അവരങ്ങനെ മഞ്ജുവിനെ കാണാനായിട്ട് മഞ്ജുവിൻ്റെ വീട്ടിലോട്ട് പോകുകയാണ്. മഹാലക്ഷ്മി കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, അവൾക്ക് എന്തെങ്കിലും പലഹാരങ്ങളെല്ലാം നമുക്ക് മേടിച്ചുകൊണ്ട് പോകണ്ടേ കണ്ണേട്ട, എൻ്റെ കൈകൊണ്ട് വേണം എല്ലാം ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിപ്പോൾ നടക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ബേക്കറിയിൽ കയറി അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാമെന്നെല്ലാം കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ തൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ച് ചെയ്തോ എന്നൊക്കെ കണ്ണൻ സമ്മതം മൂളുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും നമ്മുടെ മഞ്ജുവിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. മഞ്ജുവിനാണെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ടിട്ട് വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ നടന്നുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ വീട്ടിലോട്ട് കയറുന്നുണ്ട്. നടന്നു തുടങ്ങിയ കണ്ണേട്ടനെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന മഞ്ജുവിനാണെങ്കിൽ ഈ കാഴ്ച കണ്ടിട്ട് വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ കണ്ണൻ്റെ അടുത്ത് ഓടി ചെല്ലുന്നുണ്ട്. കണ്ണേട്ട, എൻ്റെ കണ്ണേട്ടൻ നടക്കുന്നത് കാണാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഇപ്പോൾ അതെനിക്ക് നേരിട്ട് കാണാൻ പറ്റിയെന്നെല്ലാം കണ്ണനോടായിട്ട് പറയുമ്പോൾ കണ്ണനും ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. കണ്ണേട്ടനാണെങ്കിൽ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കണ്ണേട്ട. ഏട്ടത്തിയാണെങ്കിലും ഏട്ടത്തിയെ ഞാൻ എപ്പോഴും കാണുമായിരുന്നു, പക്ഷേ കണ്ണേട്ടനെയാണ് കാണാതിരിക്കുന്നത്. പക്ഷേ എന്നെ കാണാനായിട്ട് ഇവിടെ വന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമായെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ കണ്ണനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കണ്ണൻ സാറും മഹാലക്ഷ്മി മാഡം എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളെ കണ്ടല്ലോ എന്നോർത്ത് എനിക്ക് വളരെ സന്തോഷമായി. എന്നോടുള്ള ദേഷ്യവും വെറുപ്പും വിദ്വേഷവും എല്ലാം നിങ്ങൾക്ക് മാറിയല്ലോ എന്നോർക്കുമ്പോഴേക്കും എനിക്കിതിൽ കൂടുതലൊരു സന്തോഷം ഇനി വരാനില്ല എന്ന് സാഗറാണെങ്കിൽ കണ്ണനോടും മഹിയോടും പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വിശേഷമുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, അത് മാർക്കോയുടെ ഒരു കളിയാണെന്നും ആ മേഘനെ മാർക്കോ ഒരു കൊട്ട് കൊടുത്തതാണെന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മിക്കും കണ്ണനും ആണെങ്കിൽ ആകെ ഒരു വിഷമം വരുന്നുണ്ട്. ആ മേഘൻ എൻ്റെ പിറകെയുള്ള നടത്തം മാറാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാണ് മാർക്കോ, അതുകൊണ്ട് അതിന് ഞങ്ങൾ കൂട്ടുനിന്നതാണെന്നെല്ലാം പറയുന്നുണ്ട് മഞ്ജു. കണ്ണൻ പറയുന്നുണ്ട് മഞ്ജുവിനോട്, അവനെന്താണെങ്കിലും ഇനി വെറുതെ ഇരിക്കില്ല. ഈ ഒരു വിശേഷ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ അവൻ ആകെ അസ്വസ്ഥനായി കാണും, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വളരെയേറെ ശ്രദ്ധിക്കണമെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ മേഘനോട് പറയുന്നുണ്ട്, മേഘേട്ട, ഇനി നമ്മുടെ ഒരു പ്ലാനും നടക്കില്ല. അവൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് അവൾ ഒരുങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി ഒരിക്കലും മഞ്ജുവിനെ തിരിച്ച് മേഘേട്ടൻ്റെ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും മേഘൻ പറയുന്നു, അത് സാരമില്ല, അതിനൊക്കെ ഒരു വഴിയുണ്ടെന്നെല്ലാം മേഘനാണെങ്കിൽ പറയുന്നുണ്ട്. അവളുടെ ആ കുഞ്ഞിനെ അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ പോരെ, അപ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം വീണ്ടും പഴയതുപോലെ തന്നെ വന്നു ചേരുമെന്നൊക്കെ മേഘൻ പറയുന്നത് കേട്ട് ഉണ്ണിക്കും കരുണയ്ക്കുമാണെങ്കിൽ ആകെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ വളരെയേറെ സന്തോഷിക്കുന്നു. എൻ്റെ കുഞ്ഞ് പോയതിന് ശേഷം ഇനി ഇവിടെ ആരുടെയും കുഞ്ഞ് ജനിക്കേണ്ട, അതെൻ്റെയും ഉണ്ണിയേട്ടൻ്റെയും കുഞ്ഞ് തന്നെ വേണം ഇവിടെ ആദ്യം ജനിക്കാമെന്ന് കരുണയ്ക്കൊരു വാശിയുണ്ടായിരുന്നു. ആ വാശി നടക്കാൻ പോവുകയാണെന്ന് ഓർക്കുമ്പോഴേക്കും കരുണയ്ക്ക് സന്തോഷം സഹിക്കാനായില്ല. പക്ഷേ മേഘൻ ഈ പറയുന്ന കേൾക്കുമ്പോഴേക്കും ആദ്യം ദുർഗയ്ക്കൊന്നൊരു സങ്കടമാകുന്നുണ്ട്. കാരണം ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കാര്യമല്ലേ എന്ന് ഓർക്കുമ്പോഴേക്കും ദുർഗയ്ക്കാണെങ്കിൽ ആകെ വിഷമമാകുന്നുണ്ട്. അപ്പോഴേക്കും മേഘം പറയുന്നുണ്ട്, അപ്പച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന പോലെ അപ്പച്ചി ഒന്ന് അഭിനയിച്ചാൽ മതി, എന്നിട്ട് അവളെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ ശേഷം പിന്നെ അപ്പച്ചിക്ക് അറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്, അങ്ങനെ അവളുടെ കുഞ്ഞിനെ നമുക്ക് ഇല്ലാതാക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് മേഘൻ. പിന്നീട് മഞ്ജുവിൻ്റെ അടുത്ത് നിന്നും ചെല്ലുകയാണ് നമ്മുടെ മാർക്കോയുടെ അടുത്തോട്ട് കണ്ണനും മഹാലക്ഷ്മിയും. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനുമാണെങ്കിൽ മാർക്കോനോട് പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകില്ലേ, അവനാണെങ്കിൽ ഇനി വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്നൊക്കെ കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട്, അതെനിക്കറിയാം, അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞത്, അതിനൊക്കെ ഒരു കാരണം ഇനിയുണ്ട്. ഇനി മഞ്ജുവിൻ്റെ അമ്മയാണെങ്കിൽ സ്നേഹം നടിച്ച് മഞ്ജുവിനെ കമലേശ്വരത്തോട്ട് വിളിക്കും. എന്നിട്ട് മഞ്ജുവിനോട് സ്നേഹം നടിച്ചുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമം നടത്തും. ഇനി അതാണ് അടുത്ത് നടക്കാൻ പോകുന്നത് എന്നൊക്കെ മാർക്കോ പറയുന്നത് കേൾക്കുമ്പോഴേക്കും കണ്ണനും മഹാലക്ഷ്മിയും ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അത് മഞ്ജുവിന് തന്നെയല്ലേ ഒരു അപകടം സംഭവിക്കുന്നത്, അവർക്കതൊന്നും ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്തതാണെന്നെല്ലാം പറയുമ്പോഴേക്കും നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്,
അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എത്തട്ടെ, എന്നിട്ട് വേണം നമ്മുടെ കളി അടുത്ത് ആരംഭിക്കാനെന്നെല്ലാം മാർക്കോ പറയുന്നത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് മഹാലക്ഷ്മിയും കണ്ണനും. മഞ്ജുവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള പ്ലാനിങ്ങുകളെല്ലാം തകൃതിയായിട്ട് തന്നെ കമലേശ്വരത്ത് നടക്കുകയാണ്. അതിന് മേഘനാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതുമെല്ലാം. അങ്ങനെ ദുർഗയും ഉണ്ണിയും കരുണയും എല്ലാം അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇനി നടത്താനിരിക്കുന്നത്. അങ്ങനെ വരാനിരിക്കുന്ന പുതിയൊരു ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.